മണ്ണെണ്ണയുടെ കൂടെ പോയിസ്നസ് ഇങ്ങനെ ഈ ഓർഗാനോഫോസ്ഫേറ്റ് അങ്ങനെയൊക്കെയുള്ള എന്താ വിഷവാതകം അടിച്ചിരുന്നത്, വിഷവാതകം ഇങ്ങനെ അടിച്ചിട്ടിരിക്കുക വിഷവാതകങ്ങൾ. തൊലി കറപ്പിക്കണം, അങ്ങനെ പല പല വേലകളാണ്. തൊലി കറപ്പിയിൽ അങ്ങനെ എന്തെല്ലാം വേലകളാ. ഇപ്പൊ ലേസം അടിക്കാ തൊലി കറപ്പിക്കുന്നത്, ലേസം അടിക്കുക, പുരികം എടുക്കുക. സൗന്ദര്യം പോവോടി നിന്റെ സൗന്ദര്യം പോവോടി എന്നാണ് ചോദിക്കുന്നത്. സൗന്ദര്യം പോവോടിന്ന് എല്ലാം നമ്മുടെ ഈ തെളിവുണ്ട്. സൗന്ദര്യം പോവോടി, സൗന്ദര്യം പോവോടി, നിന്റെ സൗന്ദര്യം പോവോടി ലേസം അടിച്ചാൽ ചോദിക്കുന്നതിനുണ്ട്. എന്തിനാണ് നീ മുഖത്തിന് വെട്ടുന്നേ? അവന് രോഗം, അവന്റെ ഭയങ്കര രോഗമാണ് നമ്മളോട്. കയറിയിരുന്ന് ഏതോ അവനിങ്ങനെ ഫോണും പിടിച്ചിരിക്കുക. ഏതോ അവൻ 50 മീറ്ററിനുള്ളിൽ ഏതോ അവൻ ഫോണും പിടിച്ചിരുന്ന അടിക്കുക നമ്മുടെ തലയിലോട്ട്. നമ്മളെ അങ്ങ് വകവരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ V2K വോയിസ് കണ്ട് അത് ഉപയോഗിക്കുക. വോയിസ് കൾപ്രയോഗം നടത്തുക ഏതോ അവനിങ്ങനെ കയറി ഇരുന്നോണ്ട്. ഇന്നലെ ക്യാമറ ഓഫ് ചെയ്തെന്ന് ഭയങ്കര ഡ്രാമയായിരുന്നു. ഡ്രാമ ഇന്നലെ ഫുള്ളങ്ങ് ഡ്രാമയായിരുന്നു. സർവ ക്യാമറ ഓഫ് ചെയ്ത് വിട്ടേന്ന് അവിടെ ഹാളിലെ ക്യാമറ ഓഫ് ചെയ്തെന്ന് ഡ്രാമയായിരുന്നു. പകല് ഭയങ്കര ഡ്രാമയായിരുന്നു. കേട്ടോ അയ്യോ ഭയങ്കര ഡ്രാമയായിരുന്നു. എന്റെ വസ്തുവും വകയൊന്നും വിൽക്കാനല്ല, എന്റെ വസ്തുവും വകയൊന്നും. 10 കോടി തന്നാൽ കൊടുക്കത്തില്ല. 10 കോടി ഉണ്ടോടാ വല്ലോന്റെ കൈ? 10 കോടി എടുക്കാന് 26 സെന്റിന് ഇതിനും 10 കോടി മോഹവിലയാ, മോഹവില 10 കോടി. ഏതെങ്കിലും ചന്തയ്ക്ക് പറഞ്ഞവരുണ്ടോടാ 10 കോടി എടുക്കാൻ നിന്റെയൊക്കെ കയ്യില്? 10 കോടി എടുക്കാൻ ഏതെങ്കിലും ചന്തയ്ക്ക് പറഞ്ഞവന്റെ കയ്യിലുണ്ടോടാ 10 കോടി? 26 സെന്റിനും വീടിനും കൂടെ 10 കോടി. മുറിയാതെ എടുക്കാൻ ഏതെങ്കിലും അമ്മാരുണ്ടോടാ ഓലവെട്ടി 26 സെന്റിനും വീട്ടിൽ കൂടെ? ഏതെങ്കിലും അവനുണ്ടോടാ 10 കോടി മുറിയാതെ എടുക്കാന്? ചുവന്നതെരിവെന്ന് എഴുതി വെക്കണം പറയുന്നവൻ. പറയാ ചുവന്നതെരിവ് ഫേക്ക് ഐ ഡി ആയിട്ട് നടക്കുക. ഫേക്ക് ഐ ഡി ഒക്കെ ഉണ്ടാക്കി നടക്കുക. ഫേക്ക് ഐ ഡി അവന്റെ വഴി കാണും മനസ്സിലാവും. അവന്റെ വീട്ടിലോട്ടാ ചുവന്നതെരിവിലോട്ട് പോകുന്ന പോലെ പോകുന്നത്. അവന്റെ വീട്ടിലാ ചുവന്നതെരിവ്. അതുപോലെ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി ചുവന്നതെരിവ് ഇങ്ങനെ കാണാത്തടത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുക ചുവന്നതെരിവ്. അവന്റെ വീട്ടിലാ ഇങ്ങനെ ചുവന്നതെരിവ് പോകുന്ന പോലെ ഒത്തിരി എണ്ണം പോകുന്നത്. ഒത്തിരി എണ്ണം പോകുന്നുണ്ട് അവന്റെ വീട്ടിലോട്ട് ഇങ്ങനെ ചുവന്നതെരിവിൽ പോകുന്ന പോലെ. ചുവന്നതെരിവിൽ പോകുന്ന പോലെ ചുവന്നതെരിവിൽ പോവാ അവന്റെ വീട്ടിലോട്ട്. പുറകിലാ ചുവന്നതെരിവ്. സുബ്രഹ്മണ്യന്റെ ചുവന്നതെരിവ് പുറകിലാണ്. അങ്ങോട്ട് പോക്കണം കേട്ടോ. എന്നിട്ടാ വഴി അവന്റെ ചുവന്നതെരിവിലോട്ട് പോകുന്ന വഴി. ഞങ്ങളുടെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് സഹദേവ മന്ദിരം എന്ന്. പറയുന്നു എന്റെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് സഹദേവ മന്ദിരം എന്ന്. കണ്ടണമെന്നല്ല എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഒന്നാന്തരം വെണ്ടയ്ക്ക അക്ഷരത്തില് എന്റെ വീടിന്റെ മുന്നിൽ സഹദേവ മന്ദിരം ദീപായ സ്മരിക്ക കേരള മുക്കുംപൂജ സഹദേവ മന്ദിരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുറെ അമ്മായിങ്ങനെ കയറി ഇരിക്കുക V2Kയും ന്യൂറൽ ഇമേജിങ്ങും എന്ന് വേണ്ട കുറെ സാധനമൊക്കെ ആയിട്ട് ടെക്നോളജിയുമായിട്ട് ഇരിക്കുക കുറെ അമ്മാര് ഫോണിലിങ്ങനെ. ടെക്നോളജിയും കൊണ്ട് ഇന്നലെ 3-4 പ്രാവശ്യം ക്യാമറ ഓഫ് ചെയ്തു. 3-4 പ്രാവശ്യം ക്യാമറയെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുക. എന്താ എഡിറ്റിംഗ് ആണ് നീ നടത്തുന്നത്? ഏതൊക്കെ ആണ് എഡിറ്റ് ചെയ്ത് ഇതാക്കേണ്ടത്? എഡിറ്റിംഗ് വർക്ക് എന്റെ ക്യാമറ പണി എന്താ എഡിറ്റിംഗാണ് നടത്തുന്നത്? എഡിറ്റിംഗ് എന്താ എഡിറ്റിംഗ് നടത്തുക? എന്റെ വീട്ടിലെ ക്യാമറ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ദീപായ പണിക്കൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ക്യാമറ പണ്ട് 5 ക്യാമറ ഇതുപോലെ അടിച്ചു പൊട്ടിച്ചത്. ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന 5 ക്യാമറയാണ് പണ്ട് അടിച്ചു പൊട്ടിച്ചു കഥ ഉണ്ടാക്കിയത്. ഇപ്പം ക്യാമറ ഓഫ് ചെയ്ത കഥ ഉണ്ടാക്കുന്നത്. എന്തോ എഡിറ്റ് ചെയ്യുന്നത്? എന്താ എഡിറ്റ് ചെയ്യുക? ഏതോ കയറുന്ന ഇവിടെ വരാനും കയറുന്നില്ല.
ഓഫാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം എൻ്റെ ഉണ്ട്. 3 പ്രാവശ്യം വീതം ഓഫാക്കി വെച്ചിരുന്നത്. ഈ കറണ്ട് ഒന്നും പോകല്ലായിരുന്നു. ഇന്നലെ ഓർക്കുന്നില്ല കറണ്ട് പോകുന്നത്. പടാന്ന് കറണ്ട് പോകുന്നത്. ആ മറന്നുപോയോ? എത്ര പ്രാവശ്യം കറണ്ട് പോയത്? 10-25 പ്രാവശ്യം കറണ്ട് പോകുമായിരുന്നു. എന്തുവാ കഥ? എന്താ കഥ യാതാ? പിന്നെ കുറെ ആവുമ്പോ ഇങ്ങനെ വരും രാത്രിയിൽ. രാജേഷ് ചങ്ങ അവനാ എന്തുവാ മേത്തച്ചി പെണ്ണുമ്പിള്ളേടെ ഒരു മേത്തച്ചിയുടെ പടം വരച്ചാണ് അവനെ അവിടെ ഓടിച്ചെന്നാ പറയുന്നത്. അവനിങ്ങനെ നടക്കുക പെണ്ണുങ്ങളെ പിടിക്കാൻ. അവന്റെ കൂടെ പെണ്ണുങ്ങളെന്ന്. നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം അവന്റെ കൂടെ ആണ്. രാജേഷ് ചങ്ങയുടെ കൂടെ. ഈരാജ് പിടിക്കാനും അവന്റെ കൂടെ ഒന്നും പോകേണ്ട കാര്യമില്ല. അത് എന്തോ ഒരു കുറിച്ചിത്തടി മണി. അവന്റെ മോളത്തിന് അമ്മയോടൊന്നും മിണ്ടുന്നത്. അവിടെ വന്നാൽ മിണ്ടുവാണോ? ഓ ഇയാളുടെ മോള് ഇവിടെ നമ്മളോടൊന്നും എന്താ മിണ്ടാനേ ഇവിടെ? കുറിച്ചിത്തടിയുടെ മോള് നമ്മളോടൊന്നും മിണ്ടാനേ ഇവിടെ? ക്ഷണിച്ചോ? ഇവിടെ നമ്മൾ ക്ഷണിച്ചോ നമ്മളെ വന്ന് മിണ്ടാന്? ആരാന്നറിയാതെ ഞാൻ തോന്നിക്കൊടുക്കുന്നത്. ആരാന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങോട്ട് പറഞ്ഞപ്പോഴേ ഞാനാന്ന് അറിയുന്നത്. ഞങ്ങൾക്ക് ഒന്നും മിണ്ടേണ്ട കാര്യമൊന്നുമില്ല. നീയൊന്നും ഞങ്ങളോട് മിണ്ടേണ്ട കാര്യമില്ല. കുറിച്ചിത്തടി മണിയും മയിലും മോളും കൂടും ഉപയോഗമൊന്നും. ഇതൊക്കെ നിന്റെ കാര്യം നോക്കടി. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എന്റെ പേരിലുള്ള വായിക്കാത്ത ഞാൻ താമസിക്കുന്നത്. ഞാൻ നടക്കുക കുറെ ആൾമാരും അമ്മമാരും വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക. വേഷം കെട്ടി അങ്ങ് ഇറങ്ങും രാവിലെ. ഞങ്ങൾ വേഷം കെട്ടി രാവിലെ അങ്ങ് ഇറങ്ങും കുറെ ആൾമാർ ഇതുപോലെ. കുറിച്ചിത്തടി മണിയും കുറെ മണിയും കുണിയെല്ലാം. അപ്പൊ കുറിച്ചിത്തടി മണിയേയും കുണിയേയും ഒന്നും ഞങ്ങൾ കയറ്റി വെച്ചിട്ടില്ല ഇന്നുവരെ. ഒരാളെയും കയറ്റി വെച്ചിട്ടില്ല. ഒരു മണിയേയും കയറ്റി വെച്ചിട്ടില്ല. ഒരു കുറിച്ചിത്തടി മണിയേയും ഞങ്ങൾ കയറ്റി വെച്ചിട്ടില്ല ഒരാളെ. ഞങ്ങളുടെ വീട്ടിൽ കയറ്റി വെക്കേണ്ട കാര്യം തോന്നിയാസം തന്നെ ഞങ്ങളെ കൊണ്ട് പറയുന്നത്. ലൈറ്റിലൊക്കെ ഉറങ്ങുന്നു ഇതല്ലാവാ. ലൈറ്റിട്ട് കിടന്ന് ഉറങ്ങി. അത് ലൈറ്റിട്ട് കിടന്ന് ആണുങ്ങളെ പിടിക്കടി മറ്റേത് മറിച്ചത് ഭയങ്കര രോഗങ്ങളാണ് അവൻ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു ഇവന്റെ പെണ്ണുപിള്ള എന്ത് ചെയ്യുന്നത്? രാജേഷ് ഞങ്ങളുടെ പെണ്ണുപിള്ള ഏത് ഒരുത്തന്റെ കൂടെ ഇങ്ങനെ പോയെന്നാ പറയുന്നത്. ഡിവോഴ്സ് ഒന്നും കഴിഞ്ഞ് പോയല്ലോ, അവിടെ നിന്ന് പോയതാണ്. ഇങ്ങനെ കുറെ കഥകളുണ്ട് ഇവന്മാരുടെ വീട്ടിൽ. ഇവന്മാരുടെ വീട്ടിലെ കഥകളൊക്കെ ശരിക്കും അന്വേഷിച്ചാൽ മതി. ഞങ്ങളെ കുറിച്ച് കഥ പറയുന്നത് എമ്മാടി കഥ. ആഹാ ഇപ്പൊ നിന്റെ വീട്ടിലെ കാര്യം നോക്ക്. ഹൃദയബന്ധത്തിലെ കാര്യം ഒന്നും നോക്കണ്ട. കുറെ തെമ്മാടിക്കഥകളുണ്ട് ഇവിടെ. കുറെ തെമ്മാടിക്കഥകളുണ്ട്. സാൽവിക്കഥ, മറ്റേ കഥ, മറിച്ചേ കഥ. ഒത്തിരി സാൽവിക്കഥകളും മറ്റേ കഥകളും ഒക്കെ ഒത്തിരി ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കേണ്ടവരോ? അവനിങ്ങനെ വഴിയെ പോകുമ്പോൾ ചീത്ത വിളിക്കില്ലയോ? ഞങ്ങളുടെ വസ്തുവിനകത്ത് എവിടെ ചീത്ത വിളിക്കുക. അവൻ കാണുമ്പോ ഇങ്ങനെ രണ്ട് കണ്ണെല്ലാം കൂടെ വസ്തുവിനകത്ത് എവിടെ ചീത്ത വിളിക്കുക. അവൻ കാണുമ്പോ ഇങ്ങനെ രണ്ട് കണ്ണെല്ലാം കൂടെ കാണ്ടാമൃഗത്തിന്റെ കണ്ണെല്ലാം കൂടെ തെളിച്ചേച്ച് അതുപോലെ ഇരിക്കുക. അവന്റെ കണ്ണ് കാണ്ടാമൃഗത്തിന്റെ കണ്ണ് പോലെ. അതൊന്നും കൂടെ ഒന്ന് തെളിച്ച് ചാടിച്ചേച്ച് അവൻ ചീത്ത വിളിക്കുക. ചോന്നതയൊന്നും എഴുതി വെക്കാൻ നാം പറയുന്നു. അവന്റെ വീട്ടിൽ പോകുന്ന വഴി കാണുമ്പോഴേ അന്ന് പുറകിലാ ചോന്നതരി. അവന്റെ ഇതുവഴി വട്ടക്കാക്കി പോകണം. ചോന്നതരി പോകുമ്പോൾ 5-6 പ്രാവശ്യം ഇറങ്ങി ചാടുന്നവൻ. ആളിനെക്കരക്ക് പോകാൻ തോന്നി. ചോന്നതരിയിലേക്കുള്ള ആളിനെക്കരക്ക് മാസ്കും എല്ലാം വെച്ചാ പോകുന്നത്. ചോന്നതരിയിലേക്ക് ആളിനെ പിടിക്കാൻ മാസ്കും ഒക്കെ വെച്ച്. ഒലവെട്ടിയിൽ ഒരു മനുഷ്യന് മാസ്ക് വെക്കുന്നില്ല. ഇവ മാസ്ക് വെച്ചങ്ങ് നടക്കുക. നമ്മുടെ തലയിലോട്ട് കുന്ത വടിക്കുക. അതുപോലെ വേലകളാ. പണ്ട് ഇതുപോലെ അങ്ങനെ നമുക്ക് മനസ്സിലായത്. വസ്തു 17 സെന്റ് 14 ഉണ്ടായിരുന്നു. കൊടുവിലത്തെ വസ്തു വിറ്റപ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. കൊടുവിലത്തെ വസ്തുവിനെ കൊണ്ട് അത് ദൈവം വിറ്റിച്ചത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാ. കൊടുവിലത്തെ വസ്തു 1.5 ലക്ഷം മാത്രം ബാങ്കിൽ കൂടെ തന്നു. ബാക്കി കാശെല്ലാം കൈ തന്നു. 1.5 ലക്ഷം മാത്രം ബാങ്കിൽ ഇട്ട് തന്നു. അതുകൂടെ അങ്ങ് കൈ തന്നാ പോരായിരുന്നു. ഇത് കേട്ട് എന്നിട്ട് എന്തുവാ ഇവന്മാരുടെ കഥകളാ. നിലവായതുകൊണ്ട് 1.5 ലക്ഷമേ കിട്ടിയോളെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണെല്ലാം വലിയ വൻ തുകകൾ ഇവന്മാരില്ല ഇൻഷുറൻസ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇൻഷുറൻസ് അടിച്ചു മാറ്റില്ല ഇവന്മാരുടെ അല്ലല്ല. അത് പുരേടോ എല്ലാം നമ്മുടെ പുരേടോ ഇല്ലേ? ഏതെങ്കിലും നിലമുണ്ടോ? അപ്പൊ ആൾക്കാർ പുരേടോട് പറഞ്ഞു നിലം പുരേടോ അല്ലയോ എല്ലാം നിലവാന്ന് എഴുതി കിടക്കുന്ന പറഞ്ഞൊന്നും ഇല്ല. അതൊക്കെ ഇപ്പൊ അങ്ങോട്ട് ഗവൺമെന്റിലോട്ട് കൊണ്ടുകൊടുത്ത അവർ അന്നേരം പുരേടമാക്കി തരുമെന്ന്. അന്നേരം അവർ പുരേടമാക്കി തരുമെന്ന് പറഞ്ഞു. ഇത് നിൽക്കുന്ന തെങ്ങ് കണ്ടാൽ അറിയത്തില്ലേ വർഷന്മാർ വഴക്കമുള്ള സാധനമാണുള്ളത്.